എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 10 ശ്ലോകം 6, 7, 8, 9, 10, 11 6 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ആ കുബേരപുത്രന്മാര് മദ്യം സേവിച്ച മദിരാക്ഷികളോടുകൂടി അപ്സരസ്ത്രീകളോടുകൂടി അങ്ങനെ രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാരദ മഹർഷി യാദൃച്ഛികമായിട്ട് അതിലെ വന്നു. നാരദ മഹർഷിയെ കണ്ടിട്ടും അവർക്ക് ഒരു കൂസലും ഉണ്ടായില്ല. നഗ്നരായിട്ട് തന്നെ അവർ നിന്നു. പക്ഷേ അപ്സര സ്ത്രീകൾ അവർക്ക് നാരദ മഹർഷിയെ കണ്ടപ്പോൾ ഈശ്വര മഹർഷി ശപിക്കോ ഒന്ന് പേടിച്ച് വേഗം അവര് വസ്ത്രം എടുത്തു കൊടുത്തു എന്നാണ് പറയുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 6. തം ദൃഷ്ട്വാ വ്രീഡിതാ ദേവ്യാ വിവസ്ത്രാഃ ശാപശങ്കിതാ വാസാംസി പര്യധുശീഘ്രം വിവസ്ത്രൗ നൈവ ഗുഹ്യകൗ. ഈ യക്ഷന്മാര് മദ്യപാനം ചെയ്തു മതിച്ചിരിക്കണു എന്ന് നാരദ മഹർഷിക്ക് മനസ്സിലായി. അതെന്താ കാരണം? അതിന്റെ കാരണം പറയണം. വെള്ളത്തില് വസ്ത്രമില്ലാതെ ആ യക്ഷന്മാരായിട്ടുള്ള ഇവരോടുകൂടി കളിക്കുന്ന ദേവസ്ത്രീകള് നാരദ മഹർഷിയെ കണ്ട ഉടനെ അയ്യോ മഹർഷി ശപിക്കോ എന്നുള്ള ഭയത്തോട്, പിന്നെ ലജ്ജയുണ്ട്, നഗ്നരായിട്ടല്ലേ, വേഗം ഉടനെ വസ്ത്രങ്ങൾ എടുത്ത് ഉടുത്തു. എന്നാലോ വസ്ത്രഹീനരായ ആ ഗുഹ്യകന്മാരോ മഹർഷിയെ കണ്ടിട്ടും കൂടി തങ്ങളുടെ വസ്ത്രം ധരിക്കാതെ നിന്നു. സ്വബുദ്ധിയുള്ളവര്, കുറച്ച് ബുദ്ധി ഉണ്ടെങ്കിൽ, ബുദ്ധി നേരെ നിൽക്കണ സമയമാണെങ്കിൽ ഇങ്ങനെ നിൽക്കില്ല എന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് ഇവര് മദ്യം കുടിച്ച് ബോധമില്ലാതെയാണ് നിൽക്കുന്നതെന്ന് നാരദ മഹർഷിക്ക് മനസ്സിലായി. തൗ ദൃഷ്ട്വാ മദിരാമത്തൗ ശ്രീമദാന്ധൗ സുരാത്മജൗ തയോരനുഗ്രഹാർത്ഥായ ശാപം ദാസ്യൻ ഇദം ജഗൗ. മദ്യപാന നിമിത്തം ആ ബുദ്ധിഭ്രംശം പ്രാപിച്ചവരും ഐശ്വര്യം അധികമുള്ളവരാണ് തങ്ങൾ എന്നുള്ള അഹങ്കാര നിമിത്തം ന്യായ ഏതാ അന്യായ ഏതാന്ന് തിരിച്ചറിയാനുള്ള ആ ബുദ്ധി ഇല്ല. അങ്ങനെ അന്ധന്മാരായിട്ടുള്ള ആ കുബേരപുത്രന്മാരെ രണ്ടുപേരെയും കണ്ടപ്പോ നാരദ മഹർഷിക്ക് വളരെ സങ്കടം തോന്നി. ഇത്ര മഹത്തായ ഒരു ജന്മം കിട്ടിയിട്ടും ഇതിനെ ഇങ്ങനെ നിഷ്ഫലമാക്കി കളയുകയാണല്ലോ. അപ്പൊ അവരെ നേർവഴിക്ക് നയിക്കണം, അവരെ ഒന്ന് അനുഗ്രഹിക്കണം. ആ അനുഗ്രഹത്തിന്റെ ഫലമായിട്ടുള്ള ശ്രീകൃഷ്ണ ദർശനം അവർക്കുണ്ടാവണം. അങ്ങനെ അവരുടെ ദോഷം മുഴുവനും നശിച്ച് പരിശുദ്ധരായി ഭവിക്കണം എന്നുള്ള വിചാരത്തോടു കൂടി ശപിക്കാൻ ഒരുങ്ങിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു. 15 ശ്ലോകങ്ങൾ കൊണ്ടാണ് നാരദ മഹർഷി അവർക്കൊരു ഉപദേശം പോലെ പറഞ്ഞിട്ടാണ് ശപിക്കണത്. എന്തുകൊണ്ടാണ് ശപിക്കണത് എന്നുള്ളത് അവർക്ക് മനസ്സിലാവണല്ലോ. യോഗ്യതയില് എത്തിയ ആളുകള് ആ ദുഷ്പ്രവൃത്തികൾ ചെയ്ത് അവരുടെ മഹിമ ദുഷിപ്പിക്കുന്നത് കാണുന്ന സജ്ജനങ്ങൾക്ക് വ്യസനം തോന്നും. അവരെല്ലാം നല്ല യോഗ്യതയിലിരിക്കുന്ന ആളുകളാ, എന്നിട്ട് അവര് ആ യോഗ്യതയ്ക്ക് അനുസരിച്ചല്ലേ പ്രവർത്തിക്കേണ്ടത്. ഇങ്ങനെ അധപ്പതിക്കുക. അപ്പോ അങ്ങനെയുള്ള ദോഷത്തിൽ നിന്ന് കടത്തിവിടാൻ വേണ്ടി അവര് ചെയ്യുന്ന അനുഗ്രഹമാണ്, ഈ മഹർഷിമാര് ചെയ്യുന്ന അനുഗ്രഹമാണ് ഈ ശാപം. നാരദ മഹർഷിക്ക് അവരെ കുറിച്ചിട്ട് കരുണ തോന്നിയെന്ന് മാത്രമല്ല, ദേഷ്യമൊന്നും ഉണ്ടായില്ല. കഷ്ടം, ഇങ്ങനെ നശിക്കണ്ടല്ലോ ഇവര് എന്നാണ് തോന്നിയത്. യോഗികൾക്ക് കൂടി ദുർലഭമായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ദർശനത്തിന് ആ ശാപം കാരണമായി അല്ലേ. അപ്പൊ അത് ശാപമല്ല, അനുഗ്രഹം തന്നെയാ. ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇവര് എന്നേക്കും ആ സ്ഥാവരങ്ങളായിട്ട് ജീവിക്കേണ്ടി വരും. അങ്ങനെ അവിവേകമുള്ളവരായിട്ട് തന്നെ അവര് തീരും. അപ്പൊ അതിൽ നിന്ന് അവരെ രക്ഷിക്കണം എന്നുള്ള മഹർഷിയുടെ കരുണയാണ് ഈ ശാപം. അപ്പൊ ശാപമാണോ അത്? അല്ല, ഈ ശാപത്തിന് അനുഗ്രഹം എന്ന് തന്നെയാണ് പറയേണ്ടത് എന്ന് പറയുന്നത്. നാരദ ഉവാച നഹ്യന്യോ ജുഷതോ ജോഷ്യാൻ ബുദ്ധിപ്രംശോ രജോ ഗുണ ശ്രീമദാദാഭിജാത്യാദിർ യത്ര സ്ത്രീദ്യൂതമാസവ. 15 ശ്ലോകങ്ങൾ കൊണ്ടാണ് പറയണത്. ഇഷ്ടപ്പെട്ട വിഷയങ്ങൾ പലതും ഉണ്ട്. അവയെ അനുഭവിക്കുന്ന പുരുഷന്റെ ആലോചനാ ശക്തിയെ തീരെ നശിപ്പിക്കാനുള്ള ശക്തി ഐശ്വര്യമതത്തിനുള്ളതുപോലെ മറ്റൊന്നിനുമില്ല. ഞാൻ നല്ല കുലത്തിൽ ജനിച്ച ആള്, ഞാൻ കീർത്തിയുള്ളവൻ, ഞാൻ വിദ്വാൻ എന്നിങ്ങനെ തോന്നുന്നതൊക്കെ രജോ ഗുണം വർദ്ധിച്ചതിന്റെ ലക്ഷണമാണ്.
ഇതൊക്കെ വിവേകത്തെ നശിപ്പിക്കുന്ന സംഗതികളാണ്. എന്നാലും ഐശ്വര്യം അധികരിക്കുമ്പോൾ ഉണ്ടാകുന്നത് പോലെ അത്ര അധികരിച്ച വിവേകനാശം ഈ വക സംഗതികൾ നിമിത്തം ഉണ്ടാവില്ല. എന്തുകൊണ്ടെന്നാൽ ഐശ്വര്യം വർദ്ധിക്കുമ്പോൾ ധർമ്മത്തിന്റെ 4 കാലുകളെയും നശിപ്പിക്കുന്ന അധർമ്മത്തിന്റെ 4 കാലുകള് ക്രമേണ അങ്ങനെ വർദ്ധിച്ചു വർദ്ധിച്ചു വരും. അപ്പൊ എന്തൊക്കെ ഉണ്ടാവുക? സ്ത്രീ സേവ, ചൂതുകളി, മദ്യപാനം, പ്രാണിഹിംസ, ഇതൊക്കെയാണ് നമ്മളിങ്ങനെ കാണുന്നുണ്ടല്ലോ ഇപ്പൊ സമൂഹത്തില് അങ്ങനെയുള്ളവരെ. ഹന്യന്തേ പശവോ യത്ര നിർദ്ദയൈരജിതാത്മഭി മന്യമാനേ ഇമം ദേഹം അജരാ മൃത്യു നശ്വരം. ഐശ്വര്യം വർദ്ധിക്കുമ്പോ വിവേകം കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പോ പരമാർത്ഥ ജ്ഞാനം ക്രമേണ നശിക്കും. പിന്നെ നല്ലതൊന്നും മനസ്സിൽ തോന്നില്ല. ക്ഷണം തോറും ആ വികാരപ്പെട്ടുകൊണ്ടും ക്രമേണ വികാരാണ് പിന്നെ നിയന്ത്രിക്കുന്നത് അവരെ. അപ്പൊ തോന്നിയതൊക്കെ ചെയ്യാം. ആരെന്ത് പറഞ്ഞാലും അതൊന്നും കേൾക്കാനുള്ള ഒരു മനസ്ഥിതി അല്ല ആ സമയത്ത് ഉണ്ടാവുക. ക്രമേണ ജരയൊക്കെ ബാധിച്ച നശിച്ചു പോകേണ്ടതായിട്ടുള്ള ഈ ശരീരം ജര ബാധിക്കാത്തതും നശിക്കാത്തതുമാണെന്ന് വിചാരിക്കുകയാണ്. ഇതെന്നും ഇങ്ങനെ യൗവനം ഉണ്ടാവും എന്നാണ് വിചാരം. സുഖിച്ച് ജീവിക്കണം, എനിക്ക് സുഖിക്കണം, ഇതാണ് വിചാരം. അതാണ് അതിനുള്ള ഇതുകൾ എല്ലാം ഉണ്ട്, അനുകൂലമായിട്ടുള്ളത് എല്ലാ സംഗതികളും ഉണ്ടല്ലോ. അതിപ്പോ തന്റെ ദേഹം പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുക. അപ്പൊ അതിന് പ്രാണിഹിംസയൊന്നും ചെയ്യണതിനൊന്നും ഒരു മടിയില്ല, ഒരു ദയൊന്നുമില്ല ആരോടും. എന്റെ സുഖം അത് മാത്രമേ ഉള്ളൂ. എന്റെ ദേഹം പുഷ്ടിപ്പെട്ടാലല്ലേ എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റും, വിഷയസുഖങ്ങളൊക്കെ നല്ലോണം അനുഭവിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളതൊക്കെ ചെയ്യും. ഇപ്പൊ ഐശ്വര്യമുള്ളവരൊക്കെ എങ്ങനെയാണോ അങ്ങനെ അംബരീഷാദി രാജാക്കന്മാരൊക്കെ ഇങ്ങനെയുള്ളവരൊന്നും അല്ലല്ലോ. അവരൊക്കെ ഏറ്റവും ഐശ്വര്യത്തിന്റെ മുകളിലിരുന്ന ആളാണ് അംബരീഷ മഹാരാജാവ്. എന്നിട്ടും അദ്ദേഹം ഭഗവത് ഭക്തന്മാരായിരുന്നു അല്ലെ. ഇത്രയും ഭഗവത് ഭക്തനായിട്ടുള്ള അംബരീഷ മഹാരാജാവിനെ പോലെ വേറെ ആരുമില്ല. ഉന്നത പദവിയിൽ ഇരുന്നിട്ടും അതിനോടൊന്നും ഒരു അറ്റാച്ച്മെന്റും ഇതൊന്നും ഇല്ലാതെ അദ്ദേഹം രാജ്യഭാരവും നടത്തി, ഭഗവാന്റെ ഭജനവും അതേപോലെ. അപ്പൊ മൈത്രി, മുദിത, കരുണ, ഉപേക്ഷ ഇങ്ങനെയൊക്കെയുള്ള വൃത്തികളുള്ളവരും ജിതേന്ദ്രിയന്മാരുമായിരുന്നു അവര്. അങ്ങനെ അവരെയൊന്നും ഈ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല. പക്ഷേ ഇതുപോലെയുള്ള ആളുകളെ ബോധവാന്മാരാക്കി അവരെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ് നാരദ മഹർഷി അത് ശപിച്ചത്. അനുഗ്രഹം ശാപമായിട്ട് കൊടുത്തു. ശാപം അനുഗ്രഹമായിട്ട് ഭവിച്ചു. അത് ദേവസംജ്ഞിതമപ്യന്തേ കൃമിവിഡ് ഭസ്മ സംജ്ഞിതം ഭൂതധൃ തൽകൃതേ സ്വാർത്ഥം കിം വേദ നിരയോ യഥാ. ദേഹാഭിമാന നിമിത്തം പരദ്രോഹം ചെയ്യുന്നതിനുള്ള ദോഷം 3 ശ്ലോകങ്ങൾ കൊണ്ട് പറയുന്നു. ദേഹത്തിന് ആദ്യത്തിൽ ദേവൻ എന്നുകൂടി പേരുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ മനുഷ്യരിൽ വെച്ച് ഉത്കൃഷ്ടനായാൽ അവനെ നരദേവൻ എന്ന് വിളിക്കും. അതായത് രാജാവ് എന്ന് പറയും. അപ്പൊ ഒരു പേര്. അതിലും ഉയർന്നാൽ യാഗാദി കർമ്മങ്ങൾക്കൊക്കെ അധികാരിയായിട്ട് വന്നാൽ പിന്നെ ആത്മജ്ഞാനം ഉണ്ടായാൽ അവരെയാണല്ലോ ഭൂദേവൻ എന്ന് പറയണത്. അവരാണ് ബ്രാഹ്മണർ. അപ്പൊ ഭൂദേവൻ എന്നുള്ള പേര് വന്നു. ആ ജീവനോടെ ഇരിക്കുന്ന സമയത്ത് ആ യോഗ്യതാനുസരണാണ് പലവിധ നാമധേയങ്ങള് ദേഹത്തിന് വരണത്. എങ്കിലും ആ ദേഹത്തിന്റെ പ്രാരബ്ധം അവസാനിച്ചാൽ മരിച്ചു വീഴുകയെന്ന് വെച്ചാൽ വല്ല ജന്തുക്കളും ഭക്ഷിക്കും. അപ്പൊ എന്തായി? അത് ആ ജന്തുക്കള് ഭക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വിസർജ്യം ആയിട്ട് മാറും. അപ്പൊ ദേവൻ എന്ന പേരിന് അർഹമായിട്ടുണ്ടായിരുന്ന ദേഹം ഇപ്പൊ എന്തായി? തൊട്ടാൽ അശുദ്ധമായി തീരത്തക്ക അമേധ്യയായിട്ട് ഭവിച്ചു. ആ ദേഹം തന്നെ ഇപ്പൊ അമേധ്യയായി. ആ ഒരു പേര് വന്നു. അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ പുത്രന്മാരെ ഒക്കെ അഗ്നിയിലിട്ട് ദഹിപ്പിക്കും. അപ്പൊ എന്തായി? ഭസ്മം ആയിട്ട് മാറും. അപ്പൊ ഭസ്മം എന്ന പേരായി. ഒന്നും ചെയ്യാതെ വല്ലവരെ എടുത്ത് വല്ല ദിക്കിലിട്ട് അവിടെ കിടന്ന് ജീർണിച്ച് പുഴുക്കളായിട്ട് ഭവിക്കും. അപ്പൊ എന്തായി? പുഴു എന്ന പേരായി ആ ദേഹത്തിന്. ഇങ്ങനെ തന്നെ പോലെ തന്നെ ഇരിക്കുന്ന അത്ര നിസ്സാരമായിട്ടുള്ള ഈ ദേഹത്തിൽ അഭിമാനിച്ച് അതിനെ പുഷ്ടിപ്പെടുത്താൻ തന്നെ പോലെ തന്നെ ഇരിക്കുന്ന പ്രാണികളെ ദ്രോഹിക്കുന്ന ആള് ഇത് വല്ലതും മനസ്സിലാക്കുന്നുണ്ടോ? ഒരിക്കലും ഒരു മനസ്സിലാവണില്ല. അത് എന്തുകൊണ്ടെന്നാൽ ഈ നിസ്സാര ശരീരത്തെ രക്ഷിക്കാൻ വേണ്ടി ചെയ്ത ആ പ്രാണിദ്രോഹം നിമിത്തം എത്രയോ ഘോരമായിരിക്കുന്ന നരക ദുഃഖം മരിച്ച ശേഷം അനുഭവിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് സ്വല്പമെങ്കിലും ആലോചനയുള്ളവൻ ദേഹാഭിമാന നിമിത്തം ഭൂതദ്രോഹം ചെയ്യില്ല. കുറച്ച് ആലോചിച്ചാൽ അത് മനസ്സിലാവും. ദേഹക്കിം അന്നദാതുസ്വം നിഷേക്തുർമാതുരേവ ച മാതു പിതുർവാ ബലിന കേതുരഗ്നേ ശുനോപിവാ. ഈ ദേഹത്തെക്കുറിച്ച് എൻ്റേതെന്ന് അഭിമാനിക്കുന്നത് സാധാരണയാണ്. അതുകൊണ്ട് ഇത്
സ്വന്തം മുതൽ തന്നെയാണോ എന്ന് ആലോചിക്കുമ്പോൾ അല്ല എന്ന് വേഗത്തിൽ മനസ്സിലാക്കാൻ വഴിയുണ്ട്. സ്വന്തമായിട്ട് സമ്പാദിക്കാത്ത മുതല് സ്വന്തമാണെന്ന് എങ്ങനെയാ പറയാ? അന്നമില്ലെങ്കിൽ ക്ഷണനേരം കൊണ്ട് നശിച്ചു പോകുന്ന ഈ ശരീരത്തെ ഭക്ഷണാദികൾ വേണ്ടുവിധം നൽകി രക്ഷിച്ചവൻ്റെതാണെന്ന് പറയുന്നതിലാണ് കുറെ യുക്തിയുള്ളത്. എന്നാൽ അന്നദാതാവിന്റെ തന്നെയോ ദേഹം എന്ന് പര്യാലോചിക്കുമ്പോൾ അതിനും നിലയില്ലെന്ന് കാണാം അല്ലെ? എന്തുകൊണ്ടെന്നാ ഉണ്ടായ ദേഹത്തെയല്ലേ അന്നം കൊണ്ട് നിലനിർത്തുന്നത്. അപ്പൊ ഉണ്ടാവാൻ ഹേതു ആരാ? ആ പിതാവിന്റെ വീര്യം. അപ്പൊ ഗർഭാധാനം ചെയ്ത പിതാവിൻ്റെതാണ് ഈ ദേഹം എന്ന് പറയാം. അപ്പൊ ഈ വീര്യത്തെ ഗ്രഹിക്കുന്നത് മാതാവ്. ആ മാതാവില്ലെങ്കിലോ ഗർഭം വൃത്തിക്ക് അവകാശമില്ല. അപ്പൊ അച്ഛൻ്റെതല്ല അമ്മയുടേതാണെന്നും പറയാം. അപ്പൊ അമ്മയുടെയും അച്ഛന്റെയും കൂടിയ കൂട്ടുസ്വത്താണ് ഈ ദേഹമെന്ന് അങ്ങനെ വിചാരിക്കാന്ന് വെക്കാം. അപ്പൊ അമ്മയും അച്ഛനും എങ്ങനെ ഉണ്ടായത്? അപ്പൊ അവരെ ജനിപ്പിച്ച അല്ലെ മാതാമഹിയും പിതാമഹിയും ഇല്ലെങ്കിൽ അവരുടെ ദേഹം ഉണ്ടാവാൻ അവകാശം ഉണ്ടാവും? ഇല്ല. അപ്പൊ നമ്മുടെ ഈ ദേഹം മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ ഒക്കെ ആണെന്ന് പറയാം. അപ്പൊ അവരെക്കാളും ബലമേറിയ രാജാക്കന്മാര് അനേകം പേര് ലോകത്തിലുണ്ട്. അവര് ഓരോ ദേഹത്തെ ബലമായി നശിപ്പിക്കുന്നതും കാണുന്നുണ്ട്. എന്തെങ്കിലും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊല്ലാനുള്ള അധികാരം ഉണ്ടല്ലേ രാജാവിന്. അപ്പൊ അവര് ദയവ് ചെയ്ത് നശിപ്പിക്കാത്തത് കൊണ്ടാണ് ഈ ദേഹം ഇപ്പൊ ഇങ്ങനെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് അപ്പൊ ഈ ശരീരം ബലവാനായ രാജാവിൻ്റെതാണെന്നും പറയാം. ഈ ദേഹം കൊണ്ട് താൻ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കാൻ ഏതോ ഒരു യജമാനൻ ശമ്പളം നൽകുകയും അവന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നതുകൊണ്ട് വില കൊടുത്തു വാങ്ങിയവൻ്റെതാണ് ഈ ദേഹം എന്നും പറയാം. നാശാനന്തരം ദഹിപ്പിക്കാനുള്ള അവകാശി അഗ്നിയാണ്. അതുകൊണ്ട് അഗ്നിയുടേതാണ് ഈ ദേഹം എന്നും പറയാം. ദഹിപ്പിക്കാൻ ആളില്ലാതെയോ തരമാകാതെയോ വരുന്ന പക്ഷം തിന്നു തീർക്കാൻ അവകാശികളായിരിക്കുന്ന ശ്വാക്കളുടേതാണ് എന്നും പറയാം. ഇങ്ങനെ ബഹു പേരെ ഈ ശരീരത്തിന്റെ അവകാശികളായിട്ട് കാണുന്നത് കൊണ്ട് ഈ ദേഹം ആരുടേതാണെന്നാണ് നിശ്ചയിക്കേണ്ടത്. എന്ന ആളുടേതാണെന്ന് നിശ്ചയിക്കാൻ പറ്റുമോ? സാധിക്കില്ല. അതുകൊണ്ട് അവകാശിയുടെ നിർണയം ഇല്ലാതിരിക്കുന്ന ഒരു മുതല് നമ്മുടെ കൈവശത്തിൽ ഇരിക്കുന്നത് പോലെ ഈ ദേഹം തൽക്കാലം സ്വാധീനത്തിൽ ഇരിക്കണം എന്നല്ലാതെ ഇതിൽ എന്റേതെന്ന ഭാഗം സദ്ഭാവം സത്വാഭിമാനം അവിവേക ലക്ഷണമാണ്. അതുകൊണ്ട് പരസ്വമായിരിക്കുന്ന അതായത് അന്യന്റേതായിരിക്കുന്ന ഇതിനെ സുഖിപ്പിക്കാൻ വേണ്ടി ഈ ഭൂതദ്രോഹം ആചരിക്കുന്നത് മഹാമൂഢതയല്ലേ എന്ന് ചോദിക്കുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് ദേഹാഭിമാനം ഉപേക്ഷിച്ച് വിരക്തനായിട്ട് വരണമെന്ന് സർവ്വജനങ്ങളോടും ചെയ്യുന്ന സതുപദേശം. ഇങ്ങനെ ഒരു ഉപദേശം അല്ലെ നമ്മളൊന്ന് ആലോചിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് ഈ ഭാഗവതം കേൾക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എത്രയെത്ര ഉപദേശങ്ങൾ ആരിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.